അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മജ്ലിസിൽ വന്നു ചേരാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതൊരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ പ്രബോധന രംഗത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന് വക നൽകുന്ന ഒട്ടനവധി പ്രബോധന പ്രവർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. നേരത്തെ നമ്മുടെ ടി പി അസീസ്ക പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാം 2 ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, കേരളം ഒട്ടുക്കും ഈ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർഭയത്വം തൗഹീദിലൂടെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ആദർശ പ്രയാണത്തിൻ്റെ ഒരു സമാപന സംഗമം എന്ന നിലക്കും, മറ്റൊന്ന് ഈ കടിയങ്ങാട് പ്രദേശത്ത് വളരെ അത്യധ്വാനത്തോടുകൂടി ഇവിടുത്തെ പ്രവർത്തകർ നിർമ്മിച്ചെടുത്ത സ്ഥാപനത്തിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനവും. ഈ 2 ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഈ ഒരു വേനൽക്കാലത്ത്, ഈ കഴിഞ്ഞ ഏപ്രിൽ 14 തീയതിയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ PN അബ്ദുൽ ലത്തീഫ് മദനി ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തത്, ഈ ആദർശ പ്രയാണം പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെയും ഓരോ ദിവസവും 10ഉം 12ഉം മണ്ഡലങ്ങളിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടന്നു വരികയാണ്. ഒരു ഭാഗത്ത് ഈ ആദർശ പ്രയാണം നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് പോഷക ഘടകങ്ങളുടെ ആഭിമുഖ്യത്തിൽ വിസ്ഡം യൂത്ത് ദക്ഷിണ കേരളത്തിൽ ഈരാറ്റുപേട്ടയിൽ വെച്ചുകൊണ്ട് ഡയലോഗ് എന്നൊരു പ്രോഗ്രാം വളരെ മാതൃകാപരമായി വലിയ ആൾക്കൂട്ടത്തോടു കൂടി തന്നെ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതേ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ മംഗലാപുരത്ത് ഉള്ളാളിൽ വെച്ചുകൊണ്ടൊരു മുഖാമുഖം പ്രോഗ്രാം ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് വിസ്ഡം യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് നേരത്തെ അസീസ് കവടെ സൂചിപ്പിച്ച നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് കേരള സമൂഹം ഏറെ ആവശ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈലിലുള്ള അടിമത്തം കുട്ടികളെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു സമഗ്രമായ പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാം ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നതിനിടയിലാണ് നമ്മളിവിടെ ഇന്ന് അൽഹംദുലില്ലാഹ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രവർത്തകന്മാർ, ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം, ഇങ്ങനെ ഒരു മദ്രസ കെട്ടിടം ഇവിടെ ഉണ്ടാകാൻ വേണ്ടി അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ കടിയങ്ങാട് പ്രദേശത്ത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രവർത്തകന്മാർ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരയ്യായി ഉതിർ പറയാവുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കടിയങ്ങാട് എന്ന് പറയുന്ന സ്ഥലം, ഇവിടുന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഇവിടുത്തെ മദ്രസയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരിക നമ്മളെ മാളിക്കണ്ടി മൊയ്തു സാഹിബിനെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോൺ ചെയ്താൽ നിർത്താതെ സംസാരിക്കുന്നതും ഒക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേര് കാണുമ്പോൾ ഓർമ്മ വരാറുണ്ട്. ഈ പിന്നെ ഇതിന് തന്നെ ഭൂമി എടുക്കാൻ വേണ്ടി പണം കണ്ടെത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവരും നമ്മുടെ അബ്ദുറഹ്മാൻ ഖാൻ തോന്നുന്നുണ്ട് അല്ലേ, അവർ 2 പേരും കൂടെ ഖത്തറിലേക്ക് പോവുകയും ആ പോണ സമയത്താണ് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഇതിന് സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടി പോവുകയാണ്. കുറേ പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, അതൊന്നും ഞങ്ങൾ നോക്കണില്ല, ഞങ്ങൾ വേഗം ഒരു കത്ത് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ കത്ത് വാങ്ങിയ സന്ദർഭമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് ഓരോ സന്ദർഭത്തിൽ വിളിച്ചുകൊണ്ടിരിക്കും, നിങ്ങളത് എഴുതിയോ, അയച്ചോ, കൊടുത്തോ എന്ന് ചോദിച്ച്
പിന്നാലെ കൂടി വാങ്ങി അത് പോയി. പിന്നെ അവിടുന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. പിന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് പ്രകാരം പെട്ടെന്ന് അസുഖം വന്ന് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്കറിയാൻ പറ്റിയത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ സൽപ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കുറേ മനുഷ്യന്മാർ ഓരോ പ്രദേശത്തിൻ്റെ കയ്യൊപ്പുകളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് തുടങ്ങി വെച്ച ഒരു പദ്ധതി, അതിൻ്റെ ബാക്കിയുള്ള ആളുകൾ, ഇവിടെയുള്ള പ്രവർത്തകന്മാരെല്ലാവരും കൂടി അതിൽ ഇച്ഛാശക്തിയോടുകൂടി ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അതിൻ്റെ മുമ്പിലുണ്ടായിട്ടും അതെല്ലാം നേരിട്ട് കൊണ്ട് അതൊരു പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചു. ഇനി അതിൻ്റെ ഉദ്ഘാടനമാണെന്ന് പറയുമ്പോൾ അതെന്ത് വില കൊടുത്തും അവിടെ വരികയും ആ സന്തോഷത്തിൽ പങ്കാളിയാവുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെയൊക്കെ ഒരു ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് ഇന്ന് ഇവിടെ ഞാൻ എത്താൻ തീരുമാനിച്ചത്. ഈ പരിപാടി മുമ്പ് തീരുമാനിച്ചാണെങ്കിലും ഇന്നലെയാണ്, നിങ്ങൾക്കറിയാം, നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഒരു പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേറ്റ ദിവസം ഇന്നലെയാണ്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായ ചടങ്ങിലേക്കും നമ്മുടെ സംഘടന എന്ന നിലക്ക് ലഭിച്ച ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയുടെ കൂടെ ഇന്നലെ തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് എത്തിയത്. എന്നാലും ഈ പരിപാടി എത്തണം, ഇതിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞ കാര്യം, ഒരു ഇച്ഛാശക്തിയോടുകൂടി ഒരു പ്രദേശത്ത് ലക്ഷ്യം കാണണം എന്ന ബോധത്തോടു കൂടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവുമ്പോൾ അതിനോടൊപ്പം നിൽക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ടുന്നൊരു ഉത്തരവാദിത്തമാണ്. ആ നിലക്ക് തന്നെയാണ്. അതുകൊണ്ട് എനിക്കിവിടെ വന്നുകൂടി എല്ലാവരോടും പറയാനുള്ളത്, ആ ഒരു സ്പിരിറ്റോടുകൂടി എങ്ങനെയാണോ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞ നമ്മൾ മൊയ്തുക്കെ അടക്കമുള്ള ആളുകൾ അതിനെ ഇറങ്ങിത്തിരിച്ചത്, അതേ സ്പിരിറ്റോടുകൂടി തന്നെ അവരൊന്നുമില്ലെങ്കിലും അതിന് ലക്ഷ്യത്തിലേക്ക് അത് എത്തിക്കുക, നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുക എന്ന കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധയും ശ്രമവും ജാഗ്രതയും ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഒരിക്കലും തന്നെ അറച്ചു നിൽക്കാൻ പാടില്ല. ഇന്നാകാം, നാളെയാകാം, മറ്റന്നാളാകാം, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, 4 ദിവസം കഴിയട്ടെ, ഒരാഴ്ച കഴിയട്ടെ, അല്ലെങ്കിൽ ഈ മാസം കഴിയട്ടെ, എൻ്റെ ഈ തിരക്കൊക്കെ ഒഴിയട്ടെ എന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയായ ന്യായങ്ങളല്ല. അതൊക്കെ പൈശാചികമായ ദുർബോധനങ്ങളാണ്, ന്യായീകരണങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണ് പടച്ചോൻ ഈ ആരോഗ്യം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുക, എപ്പോഴാണ് നമ്മളിൽ നിന്ന് റൂഹ് എടുത്തു മാറ്റുക, നമുക്ക് പറയാൻ കഴിയില്ല. ഏത് സമയത്തും അത് സംഭവിക്കാം. അത് നമ്മുടെ കയ്യിലുള്ള വിഷയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതുപോലെ നമ്മളും തന്നെ എപ്പോഴാണ് അസുഖം വരിക, എപ്പോഴാണ് മരിച്ചു പോവുക എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ചില കണക്കുകൂട്ടലുകളാണെന്ത്, അടുത്ത മാസം ഞാനുണ്ടാവും, അടുത്ത വർഷം ഞാനുണ്ടാവും എന്നൊക്കെ. അതൊന്നുമില്ല. ഇന്ന് ഇവിടുന്ന് എണീറ്റ് പോകാൻ കഴിയുമെന്ന് ആർക്കാ ഉറപ്പ് പറയാൻ പറ്റുക? ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിശ്ചയിച്ച നന്മകൾ വേഗം ചെയ്യുക. ഇനിയിപ്പോൾ ദുൽഹിജ്ജ പറന്നു കഴിഞ്ഞു. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒരുപാട് നന്മകൾ നമുക്ക് നേടിത്തരുന്ന സന്ദർഭമാണ്. അപ്പോൾ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് ആയിരിക്കണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. തഹ്ലീലും തക്ബീറും തസ്ബീഹും ഒക്കെ കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്ന ഘട്ടമാണ് ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സന്ദർഭം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ സന്ദർഭത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഒരു കാര്യം. ഈ കച്ചവടക്കാരെ കണ്ടില്ല നിങ്ങൾ? എവിടെയെങ്കിലും വല്ല പൂരോ പള്ളി പെരുന്നാളോ പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം അതറിയാം അവരാണ്. എന്നിട്ട് അവിടെ സ്ഥലം വന്ന് ബുക്ക് ചെയ്ത് അവിടെ ഷെഡുണ്ടാക്കി അവിടെ പിന്നെ അവരെ സംഗതികൾ വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അതായത് പരമാവധി സന്ദർഭത്തെ ചൂഷണം ചെയ്യുക എന്നുള്ളത് ദുനിയാവിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ ആഖിറത്തുക്ക് വേണ്ടി ചിന്തിക്കുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് കൂലി കിട്ടുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിൽപ്പെട്ടതാണ് ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ 10 വരെയുള്ള ദിവസം. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇനി മദ്രസ അവിടെ വരാൻ പോവുകയാണ്. ഈ മദ്രസ അവിടെ വന്നു, ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതൊരു വലിയ സന്ദർഭമാണ്. നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് ഇൻഷാ അല്ലാഹ് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്.
അപ്പോൾ ഇവിടെ ഈ സംഗമത്തിൽ ഇവിടെയുള്ള നാട്ടുകാരും ഉണ്ടാവും, പുറത്തുനിന്ന് വന്ന ആളുകളും ഉണ്ടാവാം. ആരായിരുന്നാലും നമ്മളെ നാടുകളിലുള്ള പള്ളി മദ്രസ കാര്യങ്ങളൊക്കെ നമുക്കെന്നൊരു പരീക്ഷണമാണ്, അള്ളാഹിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യമനുസരിച്ച് കൊണ്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമാണ്, അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകളുടെ ധാരണ എന്താ വെച്ചാൽ പള്ളി മദ്രസ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആ കമ്മിറ്റിയും അതിന് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ അതിന് എന്തെങ്കിലും പണം കൊടുത്ത് നമ്മൾ മാറി നിന്നാൽ മതി എന്ന് ഒരു ധാരണയുണ്ട്. അങ്ങനെയല്ല. ഞാൻ ഒരു വേള ഒന്ന് ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ വീടിനേക്കാൾ നമ്മുടെ സ്വകാര്യമായ സംവിധാനങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ഒരു പള്ളി മദ്രസ അഥവാ മതപഠന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അത് ഇല്ല എങ്കിൽ നമുക്ക് വീടുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് വാഹനം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. മറിച്ച് നമ്മുടെ മക്കൾക്കും നമ്മുടെ സ്ത്രീകൾക്കും നമുക്കും തന്നെ ഇസ്ലാമികമായ കാര്യങ്ങൾ ശരിയാം വിധം പഠിക്കാനും മനസ്സിലാക്കാനും ഓരോ പ്രായക്കാർക്കും അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ നാട്ടിൽ ഒരാൾ വിചാരിച്ചുണ്ടാകുന്ന കാര്യമല്ല, അതെല്ലാവരും അവിടെ കൂടിയെങ്കിലേ ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾ പറയുന്നത് എനിക്കൊരു ട്രാൻസ്ഫർ വന്നിട്ടുണ്ട്, ആ ട്രാൻസ്ഫർ കുറച്ച് ശമ്പളമൊക്കെ കൂടുതൽ കിട്ടുന്ന സംഭവം തന്നെയാണ്, പക്ഷേ അത് ഇന്ന ജില്ലയിലാണ്, അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം പോകണില്ല എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ പോകാത്തതെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ആ കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പള്ളിയില്ല, അവിടെ ഒരു മദ്രസ അല്ല, അവിടെ നമ്മളെ കുട്ടികളെ ചേർക്കാൻ പറ്റിയൊരു സംവിധാനമല്ല, ഒന്നുമില്ല. ഞാനിപ്പോൾ ജീവിക്കണ ഈ നാട് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യവും നടന്നു പോകുന്നുണ്ട്, അതുകൊണ്ടൊരു 10,000 2,000 കുറഞ്ഞാലും വേണ്ടില്ല, ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തെ നമുക്കായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പള്ളിയും മഹല്ലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും സംവിധാനവും ഒക്കെ ഒരാൾ വിചാരിച്ചുണ്ടാകുന്ന കാര്യമല്ല, അതെല്ലാവരും പാടെ കൂടി ഉണ്ടാക്കി അത് നിലനിന്നെങ്കിലേ നമ്മളെ ദീന് നിലനിൽക്കുള്ളൂ, അപ്പോഴേ നമ്മളെ സമാധാനം നിലനിൽക്കുള്ളൂ. അതിനത് നിലനിർത്തുക എന്നുള്ളത് പ്രധാനമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കാലം മാറിയതിനനുസരിച്ച് വിശ്വാസ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളറിയാതെ നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത ഘടകങ്ങളുണ്ട് അതിന്. കേരളത്തിൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കൂടുതലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്, അഥവാ 72% പേരും കേരളത്തിൽ അത് സജീവമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ്. യുവാക്കൾക്കിടയിൽ 3 മുതൽ 5 മണിക്കൂർ സമയം വരെ കുട്ടികൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വയോധികരിലും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 15 മുതൽ 20 വരെയാണെങ്കിൽ കേരളത്തിൽ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ ശതമാനമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രായമുള്ള മനുഷ്യന്മാർ ഫേക്ക് ന്യൂസുകളിൽ വരെ വിശ്വസിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവസാന കാലഘട്ടമാകുമ്പോൾ ഒന്നും ഫ്രീ ആകുമല്ലോ, ഒന്ന് പെൻഷൻ പറ്റി അല്ലേ, റിട്ടയർമെൻ്റായി, അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ മടങ്ങി വന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളൊക്കെ കെട്ടിച്ച് ഒക്കെ ഒരു വഴിക്കായി എല്ലാ ഉത്തരവാദിത്തമൊക്കെ ഒന്ന് റിലീസാകുന്ന സമയമാണ് ഈ ചില ആൾക്കാർക്ക് വയസ്സായ സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പുതിയ തലമുറയും ഈ ഒരു അവസാനത്തെ തലമുറയാണ് കൂടുതൽ മൊബൈലിൽ എന്ത് ചെയ്യുന്നത്, എൻഗേജ്ഡ് ആകുന്നത്. നമ്മൾ കാണാതെ പോകാൻ പറ്റൂല. എന്താ അവിടെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആയുസിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോഴാണ് കൂടുതൽ പള്ളിയായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും മതമായിട്ടും ദീനുമായിട്ടും ഒക്കെ ബന്ധപ്പെടേണ്ടത്. അങ്ങനെ ബന്ധപ്പെടേണ്ട മനുഷ്യന്മാർ എന്ത് ചെയ്യാണ്, പള്ളിക്ക് കൂടിയും പോകാതെ ഈ സാധനം ഓണാക്കി വെച്ചിട്ട് ഇതും കണ്ട് അതിൽ റീൽസ് കണ്ട് അതിലുള്ള തമാശകൾ കണ്ട് അങ്ങനെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ച് അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിച്ച് അവസാനം മരിച്ചു പോകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ പോലും കൈവിട്ടുകൊണ്ട് ആ ജീവിതത്തിൻ്റെ തുടക്കവും അടിച്ചു പൊളിച്ചുകൊണ്ട് തുടങ്ങുന്നു, അവസാനവും അടിച്ചു പൊളിച്ചു തുടങ്ങി പിന്നെ അവസാനിപ്പിക്കുന്ന ഒരു വൈപരീതത്തിലേക്ക് ഇന്ന് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത് ഏതൊരു അധ്യാപക സംഗമമാണെന്ന് തോന്നുന്നു. അധ്യാപകർ സംഗമം എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് ചെയ്ത അധ്യാപകന്മാരുടെ സംഗമം. അവർ കൂടിയിട്ട് അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു റീല് ആരോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു പാട്ടിൻ്റെ ഒരു സീനാണ്. ആ പാട്ടിൻ്റെ സീനിൽ എന്താണ്, സ്റ്റേജിൽ കയറി 72 വയസ്സ് 76 വയസ്സൊക്കെ ഉള്ള മാഷന്മാരും ടീച്ചർമാരും ഒക്കെ അതിന് പ്രത്യേക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നിന്ന് ഭയങ്കര ഡാൻസ് കളിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി.
എന്നിട്ട് ഇത് കണ്ട് ആസ്വദിക്കുക. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഏതോ ഒരു ഗ്രൂപ്പിൽ വന്ന കുറച്ച് വോയിസ് കണ്ടാണ്. ആ വോയിസിൽ പറയുന്നത് എന്താ വെച്ചാൽ, അവളൊക്കെ 72ാമത്തെ വയസ്സിലും ചാടുന്നുണ്ട്, അമ്മക്ക് അതിന് പറ്റണില്ലല്ലോ. ഏയ് നിങ്ങൾ ആലോചിച്ച് നോക്കി, വേറൊരു ലെവലിലേക്കാണ് പോവുകയാണ് മനുഷ്യന്മാർ. പിന്നെ നമ്മൾ ഈ പുതിയ തലമുറ പറയേണ്ട കാര്യം, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ തട്ടിപ്പിന് പലപ്പോഴും പലരും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. 100 പേരിൽ 99 പേർക്കും ഇന്ന് ഇന്റർനെറ്റ് സംവിധാനമുണ്ട്. നഗരങ്ങളെക്കാൾ ഗ്രാമങ്ങളിലാണത് കൂടുതൽ. 100 പേർക്ക് 248 കണക്ഷൻ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ കൂടുതലും വിനോദത്തിനാണ് ഉപയോഗിക്കുന്നത്. 69% മുതൽ 85% വരെ അങ്ങനെയാണ്. ഇതിൽ 56% ആളുകളും ദിവസവും 1 മുതൽ 3 മണിക്കൂർ സമയം വരെ വിനോദത്തിന് മാത്രമായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. 500 മുതൽ 2000 വരെ രൂപ ഇതിനു വേണ്ടി മാത്രമായി ചെലവഴിക്കുന്നുവെന്നാണ്. വർഷത്തിൽ 100 കോടി രൂപ മലയാളികൾ ഇതിനു വേണ്ടി നീക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ഇതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്മാർ തന്നിഷ്ടങ്ങൾക്ക് വിധേയനായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ്. ഇച്ഛയ്ക്ക് വിധേയമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. അതായത് ഇത് കണ്ട് ഈ റീൽസും ഇതുപോലെയുള്ള തമാശകളും കണ്ട് നമ്മുടെ മനസ്സ് മരവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് ഭയപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഗമത്തിന് വന്നിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ചെറിയവരും വലിയവരും, എന്നെ എവിടെ അങ്ങാടിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഓൺലൈനിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘവീക്ഷണം ചെയ്ത ഏറ്റവും വലിയൊരു അപകടം എൻ്റെ ഉമ്മത്തിലേക്ക് കടന്നു വരാനുണ്ടെന്ന് പറഞ്ഞ ആ കാര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരാളെ ചൂണ്ടിക്കൊണ്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ കടന്നുപോയിട്ടുണ്ടോ, എൻ്റെ ഭാര്യ കടന്നുപോയിട്ടുണ്ടോ, എൻ്റെ മക്കൾ കടന്നുപോയിട്ടുണ്ടോ, എൻ്റെ കുടുംബങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ, എൻ്റെ നാട് പോയിട്ടുണ്ടോ, ഞങ്ങളുടെ മഹല്ലയിൽ ആവദിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അന്നബി ബർസത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി പറയാണ്, ഇന്നമാ അഖ്ശാ അലൈക്കും, ഞാൻ നിശ്ചയമായും നിങ്ങളിൽ ഭയപ്പെടുന്നത് ശഹവാത്തുൽ ഗയ്യ്. ഒന്നാമത്തെ ഭയപ്പാട് എന്താണ്? ശഹവാത്തുൽ ഗയ്യി ഫീ ബുതൂനിക്കും വഫുറൂജിക്കും വമുദില്ലാത്തിൽ ഹവാ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ശഹവാത്തുൽ ഗയ്യി, അതായത് വഴിപിഴവ്, ഫീ ബുതൂനിക്കും, നിങ്ങളുടെ വയറിന്റെ കാര്യത്തിൽ, വഫുറൂജിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളുടെ വിഷയത്തിൽ, വമുദില്ലാത്തിൽ ഹവാ, അതുപോലെ തന്നെ ആ ഇച്ഛകളുടെ വിഷയത്തിലും അത് വഴിതെറ്റിച്ചു പോകുന്ന വിഷയത്തിലും. അതാണ് എൻ്റെ ഉമ്മത്തിന് സംഭവിക്കാൻ പോണ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നാണ്. അതായത് ഒരു ശഹ്വത്തിലേക്ക്, ഇച്ഛയിലേക്ക്, തന്നിഷ്ടത്തിലേക്ക്, തോന്യാസത്തിലേക്ക് മനുഷ്യന്മാർ കടന്നു പോകുന്ന ഒരു സാഹചര്യം. ഇന്ന് എവിടെ നോക്കിയാലും ഭക്ഷണമാണ്, ഭക്ഷണത്തിൻ്റെ മേളകളാണ്. പണ്ടൊക്കെ ഈ പ്രായമുള്ള ആളുകൾക്ക് പറയാൻ പറ്റും. നമ്മുടെ നാടുകളിലൊക്കെ, ഞാനൊന്നും അതിന് സാക്ഷിയായിട്ടില്ല, പക്ഷെ എൻ്റെ വാപ്പയൊക്കെ വല്യാപ്പയൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. താളും തവരയും തിന്ന് ജീവിച്ച ഒരു കാലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കിടന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എവിടെ നോക്കിയാലും ഭക്ഷണത്തിൻ്റെ വൈവിധ്യങ്ങളാണ്. ഒരു ഹോട്ടലിൽ കയറി 2 ആൾ ഭക്ഷണം കഴിച്ചാൽ വേറെ 4 ആൾക്ക് തിന്നാനുള്ളത് ബാക്കിയാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക. ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര ഭക്ഷണമാണ് ബാക്കിയാകുന്നത്? ഇന്ന് ബാക്കിയാകുന്ന, വേസ്റ്റ് ആകുന്ന ഭക്ഷണം എന്ത് ചെയ്യും എന്നതിനെ സംബന്ധിച്ച്, ആ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടാകുന്ന ആമാശയ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ വഫുറൂജിക്കു എന്ന് പറഞ്ഞല്ലോ, അവരുടെ ഗുഹ്യാവയവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം. അതെ, ഇന്ന് പീഡനത്തിൻ്റെ തുടർക്കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര പ്രശ്നങ്ങളാണ് ഇന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെയാണ് പീഡനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചെറുപ്പമെന്നോ വലുപ്പമെന്നോ പ്രായമില്ല. 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് പോക്സോ കേസിൽ വലിയ തോതിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അഥവാ ഈ 24 മണിക്കൂറും ഈ ഇന്റർനെറ്റിൽ ഇങ്ങനെയുള്ള മാലിന്യങ്ങളിൽ അഭിരമിച്ചു പോകുമ്പോൾ മനുഷ്യന്റെ മനസ്സ് പലപ്പോഴും മരവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും സംഗീതമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട്.
ഇന്ന് വിവാഹങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നാം എത്തിപ്പെട്ട സ്ഥലം DJ പാർട്ടിയുടെ സ്ഥലമാണോ, ഗാനമേളയുടെ സ്ഥലമാണോ, അതോ വിവാഹത്തിന്റെ സദസ്സാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇന്ന് വിവാഹത്തിന്റെ സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷത്തിൽ നിക്കാഹ് ഇങ്ങനെ നടക്കും. ആ നിക്കാഹ് കഴിഞ്ഞ് പിന്നെ കാണാൻ പെട്ടെന്ന് കരണ്ട് പോണു, വേറൊരു വഴിക്ക് ഇങ്ങനെ പുക വരുന്നു, വേറൊരു വഴിക്ക് വേറൊരു ശബ്ദം വരുന്നു. അപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് ഒന്നായിട്ട് മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ഒന്നിച്ച് പടക്കം പൊട്ടി ഉയരുന്നു. പിന്നീട് കരണ്ട് വരുമ്പോൾ അന്തരീക്ഷം മൊത്തം മാറുന്നു. എവിടുന്നോ പല്ലക്ക് വരുന്നു, എവിടുന്നോ പുക വരുന്നു, പിന്നീട് ഒരു ഡാൻസിന്റെ മേളം വരുന്നു. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നറിയാത്ത, പിന്നീട് അവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ചകിരിടപ്പിക്കുന്ന മ്യൂസിക്കിന്റെ അകമ്പടിയിലാണ് പിന്നീട് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുന്നിൽ വെച്ച് അത് ആധാരമാക്കി നടത്തേണ്ട പരിശുദ്ധമായ വിവാഹങ്ങൾ പോലും ഇന്ന് ഇവന്റ് മാനേജ്മെന്റുകാരുടെ കാറ്റലോഗ് നോക്കി അതിൽ അവർ പറയുന്നത് പോലെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അവരെന്തൊക്കെയാണോ പറയുന്നത് അതുപോലെ അഭിനയിച്ച് കാണിക്കേണ്ടതാണ് വിവാഹവും ജീവിതവും എന്ന ഒരു കാലഘട്ട, ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം ഒന്നിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയും ഒരു ആഘോഷത്തിന്റെ ത്വരയാണ്. ഈ വിനോദം വില കൊടുത്തു വാങ്ങുമ്പോൾ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, മനുഷ്യന്മാർ മതബോധത്തിൽ നിന്ന് മെല്ലെ മെല്ലെ അകന്നകന്നു പോകും. രണ്ടാമത് സംഭവിക്കാൻ പോകുന്നതോ, ആ മതത്തെ പിന്നെ കുറ്റം പറയാൻ തുടങ്ങും, അതിനെ പരിഹസിക്കാൻ തുടങ്ങും. മതത്തിന്റെ നിയമങ്ങൾ പറയുമ്പോൾ, ഹറാമിനെ പറ്റി പറയുമ്പോൾ, ഹലാലിനെ പറ്റി പറയുമ്പോൾ, തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ, ശിർക്കിനെ കുറിച്ച് പറയുമ്പോൾ, എന്തിനാണ് അതൊക്കെ പറയുന്നത്? നിങ്ങൾ എന്തു പറഞ്ഞാലും ഒരു സ്വർഗം, എന്തു പറഞ്ഞാലും ഒരു നരകം എന്നൊക്കെ പറഞ്ഞ് ഈ മതത്തെയും പ്രവാചകനെയും പരലോകത്തെയും ഒക്കെ കണക്കിന് കശക്കിയെറിയുന്ന, പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസി സമൂഹത്തിൽ നിന്ന്, ഉമ്മത്തിൽ നിന്ന് തന്നെ ആളുകൾ മാറിപ്പോകും. എപ്പോഴാ മാറിപ്പോകുക? ഈ വിനോദം ഒരു പരിധി കടന്ന് വില കൊടുത്തു വാങ്ങി അതിൽ അഭിരമിക്കുമ്പോൾ സംഭവിക്കുമെന്ന് ഞാനല്ല പറയുന്നത്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അല്ല പറയുന്നത്. മറിച്ച് ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ ഇത്രയും നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഒരു വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ എല്ലാ കാലഘട്ടങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മയ്യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ. എന്താ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളത്? വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടി? ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, യാതൊരു വിവരവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്നതിന് വേണ്ടി. അതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്, മതത്തിൽ നിന്ന്, ദീനിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടി. പിന്നെന്താ സംഭവിക്കുക? വയത്തഖിദഹാ ഹുസ്വാ, പിന്നെ അതിനെ പരിഹാസ്യമാക്കുന്നതിനും വേണ്ടി. അതിനു വേണ്ടിയാണ് ഇത് വില കൊടുത്ത് ഈ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളെ കാത്തിരിക്കുന്നത് എന്താ? ഉലൈക ലഹും അദാബും മുഹീൻ, നിന്ദ്യകരമായ ശിക്ഷയാണ് നാളെ പരലോകത്ത് വരെ കാത്തിരിക്കുന്നത്. അപ്പൊ സംഗീതം ഹറാമാണ് ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അപ്പത്തിന് തന്നെ പരിഹസിക്കാൻ തുടങ്ങും. നിങ്ങൾ ഏതാ ഹറാമ അല്ലാത്തത്? എന്താ ഇപ്പൊ ഒന്നും അങ്ങനെ ചെയ്തത്, എന്താ കുഴപ്പം അല്ലേ? അതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന, അതിന് ആയത്തും ഹദീസും വളച്ചൊടിച്ചു കൊടുക്കുന്ന എത്രയെത്ര ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ലിബറൽ സംസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭിത്തി നിങ്ങൾ മനസ്സ് കണ്ടു നോക്കിയ ഒരു ഭിത്തി, അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരാൾ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദ്വാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ദ്വാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പം അതേ ദിശയിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ ഭിത്തിയുടെ ഉള്ളിൽ നിന്ന് വേറൊരാളും അതേപോലൊരു ദ്വാരം ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? ഇത് രണ്ടും പെട്ടെന്ന് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ആ ദ്വാരം ഓക്കെ അല്ലേ? ഇതേപോലെയാണ് എന്ത് ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ പുറത്ത് നിന്ന് ഈ ലിബറലിസത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞ് വീശിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 18 വയസ്സായി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എൻ്റെ വാപ്പ നോക്കണ്ട, അമ്മ നോക്കണ്ട, കുടുംബം നോക്കണ്ട എന്നാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് എന്നാണ് വേറെ നിലക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യോളോ അഥവാ ഈ ലോകം മാത്രമേ ഉള്ളൂ, ഇനി രണ്ടാമതൊരു ജീവിതമൊന്നുമില്ല എന്നാണ് വേറൊന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപദേശങ്ങൾ കേൾക്കാനേ അവർക്ക് കഴിയില്ല. അത് തന്ത വൈബാണ്. വാപ്പ എന്തേലും പറഞ്ഞത് തന്ത വൈബാണ്, ഉമ്മ എന്തേലും പറഞ്ഞത് തള്ള വൈബാണ്.
എന്ന് പറഞ്ഞ് ഉപദേശങ്ങളോട് നിസ്സഹകരിക്കുന്ന ഒരു തലമുറ, ഇങ്ങനെ ഈ സമുദായത്തിൻ്റെ പുറത്തു നിന്ന് ഈ ലിബറൽ ചിന്താഗതികൾ അടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ചില മൗലവിമാരും ചില ഖത്തീബുമാരും ആളുകളൊക്കെ അതൊക്കെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്, മ്യൂസിക്കിനൊന്നും കുഴപ്പമില്ല, മറ്റിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് ചെയ്യുക, അതിന് പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ നെട്ടും ബോൾട്ടും അയച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, മൊത്തം നമ്മുടെ കൾച്ചർ, മുസ്ലിം സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ കൾച്ചർ പെട്ടെന്ന് മാറി വരാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അവസ്ഥ, ഇത് ഒരു പരിധിക്കപ്പുറത്ത് ഹൃദയത്തിലേക്ക് ഈ സംഗീത അകമ്പടികൾ കയറിപ്പോയാൽ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, അൽ ഗിനാഉ, സംഗീതം, യുംബിതുൻ നിഫാഖ ഫിൽ ഖൽബ്, അത് ഹൃദയത്തിൽ എന്തുണ്ടാക്കും, കമാ യുംബിതുൽ മാഉ അസ്സർഅ, അത് നിഫാഖ് ഉണ്ടാക്കും, അത് ഹൃദയത്തിൽ കാപ്പട്യമുണ്ടാക്കും. ഏതുപോലെ പിന്നെ മണ്ണിൽ നിന്ന് കൃഷി ഉയർന്നു വരുന്നത് പോലെ തന്നെ എന്നാണ്. അതായത് നിഫാഖാണ് ഉണ്ടാകുക ഇത് കേട്ട് കഴിഞ്ഞാൽ. അതാണെന്ന് മനുഷ്യന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറയുന്നത് എന്താണെന്നറിയോ, ഇതിന്ന് നമ്മളെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് പലർക്കും രക്ഷയില്ല. എന്തിന് നിസ്കാരം കണ്ട് കഴിഞ്ഞാൽ ഒന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് തികച്ച് അത് 33 തവണ പറയാനും കൂടി നേരല്ല. നേരെ ഫോൺ എടുത്തുകൊണ്ട് ലോക്ക് തുറന്ന് എന്ത് ചെയ്യാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതില്ലാത്തൊരു സന്ദർഭമില്ല. ഇതിൽ കാണുന്നത് എന്താ, എത്ര സമയമാണ് നമ്മുടെ സ്ക്രീൻ ടൈം എത്രയേ. ഇത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയിട്ട് ബാക്കി അതന്നെ കാണുന്നത്. പിന്നെ കുറെ ഓൺലൈനിൽ ഓരോരുത്തരും ഇപ്പോൾ ഈ ഇലക്ഷനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനമൊക്കെ വന്നപ്പോഴും എത്ര സമയമാണ് ആളുകൾ ഒരു ലക്കും ലഗാനും ഇല്ലാതെ ഓരോ ആളുകൾ പറയണതിൻ്റെ പിന്നാലെ ഇത് കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഒന്ന് കയ്യിലെടുത്ത് ഒന്ന് പാരായണം ചെയ്യാൻ എത്ര ആൾക്കാർക്ക് നേരം കിട്ടുന്നുണ്ട്? അതൊന്ന് പഠിക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട്? ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. കൂടുതൽ സമയം ഇത്തരം കാര്യങ്ങളിൽ അഭിരമിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ പറയുന്നത്, ഈ സന്ദർഭം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ കൃത്യമായി ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അനിവാര്യമാണ്. അത് കുട്ടികൾക്ക് വേണം, അത് കുടുംബങ്ങൾക്ക് വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ മദ്രസയും എഡ്യൂക്കേഷൻ സംവിധാനങ്ങളും പള്ളികളും എല്ലാം ഉണ്ടാക്കുന്നത്. അത് ശരിയായ വിധം നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോഴാണ് ഇതിന് ശരിയായ റൂട്ട് നമുക്ക് കിട്ടുള്ളൂ. 3 തരം മനസ്സുണ്ട് നാം എവിടെയാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു മനസ്സ് ഏതാണെന്നറിയോ? അന്നഫ്സു അമ്മാറത്തും ബിസ്സൂ, തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സാണ്. നമ്മളെ മനസ്സ് ഏതാന്ന് നമ്മൾ ആലോചിക്കുക. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. തീർച്ചയായും മനസ്സ് ദുഷ്പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ് എൻ്റെ രക്ഷിതാവിൻ്റെ കരുണ ലഭിച്ച മനസ്സുകൾ ഒഴികെ എന്നാണ്. അപ്പം മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് തിന്മയ്ക്ക് ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന മനസ്സുണ്ട്. ഇത്തരം ആളുകൾ പാപത്തിന് അടിമപ്പെട്ടവരാണ്. ഇത് ചെയ്യുന്ന ആൾക്കാരെന്താണ്? തെറ്റിന് അടിമപ്പെട്ടവർ. അപ്പോൾ ഇരിക്കുന്ന ആളുകൾ ഓരോരുത്തരും നമ്മളെ മനസ്സ് അതിൽപ്പെട്ടതാണോ എന്ന് ആലോചിക്കുക. രണ്ടാമത്തെ മനസ്സ് ഏതാറിയും? അന്നഫ്സുൽ ലവ്വാമ എന്നാണ്, കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ്. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാനിതാ സത്യം ചെയ്തു പറയുന്നുവെന്നാണ്. കാവൽ നായയാണ് നമ്മുടെ മനസ്സാക്ഷി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അഥവാ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാൾ പറയുന്നത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇത് പറയാൻ പാടില്ലാത്തതാണ്, ഇത് കേൾക്കാൻ പാടില്ലാത്തതാണ്, ഇത് കാണാൻ പാടില്ലാത്തതാണ്. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ശബ്ദം വരും. അതാണ് കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് എന്ന് പറയുന്നത്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായി തിന്മയിലേക്ക് എത്തിയിട്ടില്ല. അവർ കൂടുതൽ തിരിച്ചു വരാൻ സാധ്യതയുള്ള ആളുകളാണ്. വേറൊന്നേതാ? നഫ്സും മുത്മഇന്നയാണ്, സമാധാനമടഞ്ഞ മനസ്സ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും നീ മടങ്ങിക്കൊള്ളുക എന്ന സന്തോഷ വാർത്തയോടുകൂടി മലക്കുകൾ ആ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുമെന്നാണ്. ഇതാണ് മൂന്നാമത്തെ മനസ്സ്. ഈ മനസ്സാണ് യഥാർത്ഥത്തിൽ ആർക്കുണ്ടാകേണ്ടത്? ഒരു വിശ്വാസിക്ക് ശരിക്ക് എല്ലാം ഒരു മനസ്സമാധാനത്തോടു കൂടി ഉള്ള ഒരു ഒതുങ്ങിയ മനസ്സാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ആളുകൾക്ക് അതാണോ ഉള്ളത്? അത് ദുനിയാവാണ് ആളുകൾക്ക് പലപ്പോഴും മുമ്പിൽ. മൂന്നാമത്തെ മനസ്സാകാൻ നമ്മൾ ബോധപൂർവം അധ്വാനിച്ചേ പറ്റുള്ളൂ. അപ്പോഴേ മൂന്നാമത്തെ മനസ്സിൽ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഒഴിവ് സമയം,
ഇതൊക്കെ ശരിയാം വിധം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനൻ നാസ് അസ്ഹഹതു വൽ ഫറാ. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അതിൽ കൂടുതൽ ആളുകളും വഞ്ചിതരാണ്. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത്? ഈ ഒഴിവ് സമയമാണ് ആൾക്കാരെ ഈ മൊബൈലിലേക്കും അതുപോലെയുള്ള തിന്മയിലേക്കും സംഗീതത്തിലേക്കും തെറ്റായ കാര്യങ്ങളിലേക്കും ഒക്കെ ആളുകളെ കൊണ്ടുപോകുന്നത്. ഈ സമയത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ, അതിനെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താൻ ആർക്ക് കഴിയുന്നുവോ അവർക്കേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ ഇന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ? റസൂലുള്ളാഹി പറഞ്ഞോടത്തേക്ക് എത്തിയില്ലേ? എന്താ റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയോ? ഒരു കാലം വരും. എന്താ കാലത്തിൻ്റെ പ്രത്യേകത? ഭക്ഷണത്തളികയിലേക്ക് വിശന്ന ആളുകൾ കൈനീട്ടി വരുന്നത് പോലെ എൻ്റെ ഉമ്മത്തിൻ്റെ നേരെ എല്ലാ ശത്രുക്കളും കൈനീട്ടി വരുന്ന ഒരു കാലം വരാനുണ്ട് എന്നാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, അന്ന് ഞങ്ങൾ കുറച്ചാണോ ഉണ്ടാകുക, കൂടുതലാണോ ആൾക്കാരുണ്ടാകുക? അപ്പൊ പറഞ്ഞു, നിങ്ങൾ കൂടുതൽ ആളുണ്ടാവും, കുറച്ചല്ല, നിങ്ങൾ കൂടുതൽ പേരുണ്ടാകും. പക്ഷേ ഉള്ള ആളുകളുടെ പ്രത്യേകത എന്താ? ചപ്പ് ചവറുകളെ പോലെ ആയിരിക്കുമെന്നാണ്. അതായത് വെള്ളത്തിൽ ഒഴുകുന്ന ചപ്പ് ചവറുകളെ പോലെ. ക്വാളിറ്റി ഉണ്ടാവില്ല, പേരേ ഉണ്ടാവുള്ളൂ, മുസ്ലിം പേരേ ഉണ്ടാവുള്ളൂ, ഇസ്ലാമിക സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അതാ ഈ സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യും? ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് സമുദായത്തെക്കുറിച്ചുള്ള ആ ഭയം അള്ളാഹു എടുത്തൊഴിവാക്കി കൊടുക്കും. അത് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ആർക്കൊരു വിലയുണ്ടാവില്ല. അവരെ പന്ത് തട്ടുന്നത് പോലെ തട്ടാൻ ഒരു പ്രശ്നം ആർക്കും ഉണ്ടാവില്ല. അതാണ് ഒന്ന്. മുസ്ലിം സമുദായത്തിന്റെ, അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ എന്തിട്ട് തരും? വഹനിട്ട് തരികയും ചെയ്യും. എന്താ വഹൻ എന്ന് പറഞ്ഞാൽ? അതാണ് ഈ സദസ്സ് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്. അത് നമ്മുടെ മനസ്സിലിട്ട് തന്നിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. എന്താണ് ആ വഹന്? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള പ്രേമം, ദുനിയാവിനോടുള്ള ഇഷ്ടം, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ്. ഇതൊന്നും നമ്മുടെ സമുദായത്തിന് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഒരു മതപരമായ ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും വേണ്ട, 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ആ നിസ്കാരത്തിന് ജമാഅത്തിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവ്വൽ വക്തിൽ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? സാധാരണ ജുമയ്ക്ക് എത്ര ആളുണ്ടാവും പള്ളിയിൽ? ആ പള്ളി നിറച്ച ആളുണ്ടാവില്ലേ? എന്നാൽ ആ ജുമ കഴിഞ്ഞ് പിരിഞ്ഞു പോയി പിന്നെ കൊടുക്കുന്ന അസർ ബാങ്കിന് എത്ര ആളുണ്ടാവും? എവിടെ പോയി ആൾക്കാരൊക്കെ? പോട്ടെ, അത് കഴിഞ്ഞ മഗ്‌രിബിന് എത്ര ആളുണ്ടാവും? എല്ലാം പോട്ടെ, അതൊക്കെ ആൾക്കാർക്ക് പറയാം. അവിടെ കച്ചവടമാണ്, ഇവിടെ ഇതാണ്, അവിടെ സ്കൂളാണ്, കോളേജാണ് ഒക്കെ പറയാം. സുബൈ സമയത്ത് ആർക്കാ ജോലി ഉള്ളത്? സുബൈക്ക് മനുഷ്യന്മാരൊക്കെ വീട്ടിലില്ലേ? പക്ഷേ സുബൈക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം, ആ ഉറക്കത്തെക്കാൾ ഏറ്റവും നല്ലത് നമസ്കാരമാകുന്നു എന്ന് എല്ലാ പള്ളിയിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടും ആ പള്ളിയിൽ ജമാഅത്തിന് സുബൈക്ക് എത്ര പേരുണ്ട്? എന്താ എത്താത്തത്? അതായത് എന്നാ ദുനിയാവിൻ്റെ ഒരു വിഷയം ഉണ്ടെങ്കിലോ നമ്മൾ എല്ലാത്തിനും പോവും. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മതപരമായ ഒരു പ്രവർത്തനം, പ്രബോധന പ്രവർത്തനം, ഒരു സ്ക്വാഡ് വർക്കുണ്ട്, ഇതൊരാദർശ പ്രയാണമുണ്ട്, നീ അതിന് വരുന്നുണ്ടോ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചാലോ 100 പ്രശ്നങ്ങളാണ് ആളുകൾക്ക്. എനിക്ക് അവിടെ പോകണം, എനിക്ക് ഇവിടെ പോകണം, എനിക്ക് അങ്ങനെ ഒഴിവില്ല, എനിക്ക് ഇങ്ങനെ ഒഴിവില്ല. അല്ല, എനിക്ക് രാവിലെ ഞാൻ 8 മണിക്ക് കട തുറന്നു കഴിഞ്ഞാൽ രാത്രി 11 മണിക്ക് ഞാൻ ആ കട അടക്കുള്ളൂ, പിന്നെ എനിക്ക് എവിടെ നേരം? എൻ്റെ മുമ്പിൽ ഒരുപാട് രോഗികൾ വരുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കാൻ പറ്റൂല. അതാ ഡോക്ടർമാരെ ന്യായം. അഥവാ ദുനിയാവിൻ്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന മാനസികാവസ്ഥയിലാണ് പലപ്പോഴും ആളുകളുള്ളത്. അഥവാ ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, ദുനിയാവിനോടുള്ള സ്നേഹമാണ്. ഇന്നൊരു കരിയർ ഭ്രാന്ത് തന്നെ ഇന്ന് നമ്മുടെ പുതിയ ജനറേഷനിൽ ഉണ്ടായി വന്നിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. പണ്ടൊക്കെ വിവാഹത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികൾ നമ്മളെന്താ പറയല്? എന്താ മോനെ കൊണ്ട് കല്യാണം കഴിക്കാതെ ചോദിച്ചാൽ അവനൊരു ജോലി ആട്ടെ എന്നാ പറയാം അല്ലേ? അവന് ജോലി ആട്ടെ, എന്നിട്ടല്ലേ ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പറയണത് എന്താ അറിയോ? ഇന്ന് പെൺകുട്ടികളുടെ വിഷയത്തിലാണ് ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ മോളെ കെട്ടിക്കാത്ത? അവൾക്കൊരു ജോലി ആട്ടെ അല്ലേ? ഇന്ന് ആണുങ്ങൾക്കല്ല പെണ്ണ് ആണിനല്ല കിട്ടാത്ത, പെണ്ണിനാണ് കിട്ടാത്തത്. പണ്ട് നേരെ തിരിച്ചായിരുന്നു. പണ്ട് നമ്മൾ കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പെണ്ണിനെ കിട്ടാലാന്നാ പറഞ്ഞിരുന്നത്. ഇന്നെന്താ പറയണത് അറിയോ? അല്ല, ആണിനെ കിട്ടാലാന്നാ പറഞ്ഞത്. ഇന്ന് പെണ്ണിനെ കിട്ടാത്ത പ്രശ്നം. പെൺകുട്ടികൾ കല്യാണത്തിന് തയ്യാറാകണില്ല. എന്താ അതിൻ്റെ കാരണം എന്നറിയോ?
ആദ്യം പറയുമ്പോൾ ഞങ്ങൾ പഠിക്കുകയാണ് അറിയും, പിന്നെ ഡിഗ്രി കഴിയട്ടെ അറിയും, പിന്നെ PG കഴിയട്ടെ അറിയും, പിന്നെ ഒരു ജോലി കിട്ടട്ടെ അറിയും. എൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജോലി ഉണ്ടെങ്കിലും സ്വന്തം വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭർത്താവിൻ്റെ മുമ്പിൽ ശരിക്കും തല ഉയർത്തി നിൽക്കാൻ പറ്റുള്ളൂ. അത് കാഴ്ചപ്പാടിനെ മാറ്റിയാണ് ഇപ്പോൾ. കല്യാണം കഴിഞ്ഞത് തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിന് ഒരുങ്ങി പോണ മാതിരി പോകണം എന്നാണ് ഇപ്പോൾ ഇന്ന് പെൺകുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവനെ വരച്ചെടുത്ത് നിനക്ക് നിർത്താൻ കഴിയണമെങ്കിൽ നിനക്കും വരുമാനം വേണം, നീ പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിനക്ക് വരുമാനം വേണം, നിന്റെ സ്വന്തം കാലിൽ നിനക്ക് നിൽക്കാൻ കഴിയണം, അപ്പോഴേ അനക്കൊരു വില നില ഉണ്ടാവുള്ളൂ എന്നുള്ള. ഇസ്ലാം പറഞ്ഞത് എന്താ? ഫദ്ഫർ ബിദാത്തി ദീൻ. നിങ്ങൾ ദീനിന് മുൻഗണന കൊടുക്കണം. ദീനൊന്നല്ല പ്രധാനം, ഇതാണ് പ്രധാനം. ഞാൻ പറയുന്നത് പെൺകുട്ടികൾ ജോലി ചെയ്യണ്ട എന്നല്ല പറയുന്നത്, ജോലി ചെയ്യാം. ഇസ്ലാമിന് അനുവദിക്കുന്നുണ്ട്, സമ്പത്ത് സമ്പാദിക്കാം, ആ സമ്പത്ത് അവൾ ചെലവഴിക്കണമെന്ന് നിർബന്ധമില്ല, ഒക്കെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ സമയത്തും നേരത്തെ ഒരു കല്യാണം വന്നാൽ ആ കല്യാണം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് നിന്ന് കൊടുക്കുന്ന രീതി പറ്റൂല. വിവാഹം കഴിക്കുക, അതോടൊപ്പം ഓടിച്ചോട്ടെ, അതോടൊപ്പം ജോലി ചെയ്തോട്ടെ, എന്താ കുഴപ്പം? ഇവിടെ എന്താ സംഭവിക്കുന്നത്? സമയത്തും നേരത്തും വിവാഹം നടക്കാതെ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അതുകൊണ്ട് ഒട്ടനവധി പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വ്യഭിചാരത്തിന് പുതിയ പേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതാരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ബെസ്റ്റിയാണ്, അതിൻ്റെ ഫ്രണ്ട്സാണ്. ബൈക്കും ഒന്നിച്ച് തോള് പിടിച്ച് പോവുകയാണ് ആണും പെണ്ണും ഒക്കെ, അന്യപുരുഷനും അന്യ സ്ത്രീ. അതാരാന്ന് ചോദിച്ചാൽ അത് ബെസ്റ്റിയാണ്, അത് ഫ്രണ്ടാണ്. ഓരോ പേരിട്ടിട്ട് എന്ത് ചെയ്യുക, ഒന്നിച്ച് ജീവിക്കുക, ഒന്നിച്ച് യാത്ര ചെയ്യുക, അതൊന്നും ഒരു പ്രശ്നമില്ലാതായി മാറും. എന്നോ കല്യാണമായിട്ട് പറ്റൂല. എവിടേക്കാണ് നമ്മളെ നാട് പോണത്? അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. ഈ ദുനിയാവിൻ്റെ പിന്നാലെ, ഈ ഭൗതികതയുടെ പിന്നാലെയുള്ള ഓട്ടത്തെ നമ്മൾ ഗൗരവമായി എടുക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ നഫ്സിനെ ശരിക്ക് ആ കൃത്യമായ ആ മുത്തുമഇന്നത്തായ ആ നഫ്സായി നിലനിർത്തണമെങ്കിൽ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. ഒന്നെന്താണെന്ന് വെച്ചാൽ നേർമാർഗത്തെക്കുറിച്ച് അറിവ് നേടുന്നതിൽ കഠിനമായി പ്രയത്നിക്കുക എന്നുള്ളതാണ്. അതായത് ഹിദായത്തിന് വേണ്ടി നേർമാർഗത്തെക്കുറിച്ച് അറിവ് നേടാൻ കഠിനമായി നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വരുന്ന ഈ സ്ഥാപനം ഉണ്ടല്ലോ, ആ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ദീൻ എന്താണ് എന്ന് പഠിപ്പിക്കാൻ ചെറിയ മക്കളെ ചെറുപ്രായത്തിൽ ബഹുജ തുടങ്ങുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ബഹുജത്തുൽ അത്ഫാൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചെറിയ കുട്ടികൾക്ക് 4 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് തുടങ്ങുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള പുതിയൊരു സംരംഭമാണത്. ഇന്നലെ തിരുവനന്തപുരത്ത് അതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ബഹുമാനായ PN അതിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗത്തും അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 16 ദിവസത്തെ ട്രെയിനിങ്ങാണ്. ശരിക്ക് ട്രെയിനിങ് കിട്ടിയ ടീച്ചർമാരാണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടെ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വന്ന രക്ഷിതാക്കളോടും ഇവിടെ വന്ന സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളെ ഈ പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ ആദ്യം അവരെ അവിടെ കൊണ്ടുപോയി ചേർക്കണം. അങ്ങനെ ചെറു പ്രായത്തിൽ ഈ ഇൽമ് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്നെന്താ വെച്ചാൽ ഇത് കോംപ്രമൈസ് ചെയ്ത് മദ്രസ എന്ന് പറഞ്ഞ സംവിധാനം തന്നെ കോംപ്രമൈസ് ചെയ്ത് അതിന്ന് പിന്നെ ആദ്യം നമുക്ക് ദിവസവും മദ്രസ ഉണ്ടായിരുന്നു, അത് പിന്നെ ശനി ഞായർ മദ്രസയായി, പിന്നെ ഞായറാഴ്ച മാത്രമായി. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ 2 കല്യാണം വന്നാൽ മാസത്തിൽ 2 മദ്രസ പിന്നെ കിട്ടുന്നത്. പിന്നെ അതും പോയിട്ട് ഇപ്പോൾ ഓൺലൈനായി. എന്നാൽ എന്താ നമ്മൾ സ്കൂളത്തെ മുഴുവൻ ഓൺലൈനാക്കാത്തത്? എന്താ സ്കൂളത്തെ 2 ദിവസം മതി എന്ന് പറയാത്തത്? ഇത് വലിയ സംഭവമാണെങ്കിൽ 2 ദിവസം പഠിച്ചാൽ മതി, 1 ദിവസം പഠിച്ചാൽ മതി എന്നാണെങ്കിൽ അത് സ്കൂളിലെ ഭൗതിക വിദ്യാഭ്യാസം എന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കണില്ല? അപ്പം അമ്മക്ക് തന്നെ അറിയാം ഇത് പോരാൻ. അപ്പം എന്താ സംഭവിക്കണത് അറിയോ? ഈ ലിബറൽ സമൂഹത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ പിന്നെ പോകാനുള്ളത്, ക്യാമ്പസിലേക്കാണ് പോകുള്ളത്. അവിടെ ഇസ്ലാമിനെയും പടച്ചോനെയും അതുപോലെ പിന്നെ സ്വർഗത്തി നരകത്തിയൊക്കെ പരിഹസിച്ചുകൊണ്ട് പലരും സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഹക്ക് എന്താ ബാത്തിൽ എന്താന്ന് പഠിയണമെങ്കിൽ ഈ മദ്രസയിൽ ചെറുപ്രായത്തിൽ കുട്ടികൾ പോകണ്ടേ? അവിടെ പറഞ്ഞേക്കൂല. അപ്പോൾ ഓരോ ന്യായങ്ങൾ പറഞ്ഞത് പഠിപ്പിക്കൂല. പിന്നെ നമ്മൾ വന്നിട്ട് പറയണം എൻ്റെ കുട്ടി ഇപ്പോൾ പടച്ചമല്ല എന്നാ പറയണത്, സ്വർഗമല്ല എന്നാ പറയണത്, നിസ്കരിക്കണില്ല, ഇപ്പം നിരീശ്വരവായി ഇതായി. ഇത്രേ വെറുതെ ആകല്ല, അതിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൃത്യമായ മതബോധം കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ഈ തിരക്ക് പിടിച്ച റോഡ് കുറുകെ കിടക്കുന്ന സമയത്ത് ഒരു കാഴ്ച പരിമിതിയുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഓൾറെഡി കേട്ടിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പം നമ്മളയാളെ കൈ പിടിച്ചിട്ട് ഞാൻ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾക്കെങ്ങാനും വണ്ടി തട്ടി അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ ഉത്തരവാദിത്തം? അയാൾക്കല്ല, അയാളുടെ കൈ പിടിച്ച 2 കണ്ണുള്ള നമുക്കാണ്. നമ്മുടെ മക്കൾക്ക് ഇന്ന് കണ്ണുണ്ട്, പക്ഷെ കാഴ്ചയില്ല. അവർക്കറിവുണ്ട്, തിരിച്ചറിവില്ല. ഒരു കുട്ടി വിളക്ക് കത്തിക്കാണുമ്പോ
അതിൻ്റെ മനോഹാരിത കൊണ്ട് അതിലേക്ക് ആ വിളക്ക് പിടിക്കാൻ വേണ്ടി, തീ പിടിക്കാൻ വേണ്ടി അവൻ ഓടിപ്പോകും, ചെറിയ കുട്ടി. പക്ഷെ ഉമ്മക്കറിയാം അത് പൊള്ളും. കുട്ടിക്ക് ഇഷ്ടമാണത് പിടിക്കാൻ. പക്ഷെ ആ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിലും അത് പൊള്ളുമെന്ന അനുഭവമുള്ള ഉമ്മ അവന്റെ കൈ പിടിച്ച് കൊണ്ടുവരുമ്പോഴാണ് ആ കുട്ടിയോട് ഇഷ്ടമുണ്ടെന്ന് പറയാ. അതേപോലെ ഈ പ്രായത്തിൽ കുട്ടിയൊക്കെ പഠിച്ചോളണമെന്നും ഉണ്ടാവില്ല, ഖുർആൻ ഓതിക്കോളണമെന്നും ഉണ്ടാവില്ല, മദ്രസയ്ക്ക് പോയിക്കോളണമെന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സമയത്ത് രക്ഷിതാക്കൾക്ക് ഓർമ്മ വേണം, എൻ്റെ മകൻ എന്ത് വില കൊടുത്തും അവനെ മദ്രസ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് വിടുകയുള്ളൂ എന്ന നിശ്ചയദാർഢ്യം നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ ഇതിൽ ഖേദിക്കാൻ പോകുന്നത് ഈ പുതിയ മദ്രസയുടെ ഉണ്ടാക്കുന്ന കമ്മിറ്റിക്കാരല്ല, ഇതിന്റെ വിദ്യാഭ്യാസ ബോർഡല്ല, ഇതിന്റെ സംഘടനയല്ല, ഈ പ്രസംഗിക്കണ മൗലവിമാർക്കല്ല. നമ്മുടെ വീട്ടിലാണ് ഇതിന്റെ ദുരന്തം ഉണ്ടാവുക. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവസാനം കുട്ടികൾ കൈവിട്ടു പോയിട്ട് ഒരു കൗൺസിലിംഗ് നടത്തണം. എവിടെ ആളെ കിട്ടുക? അവന് പറഞ്ഞു കൊടുക്കണം. അവന് അത് ആ സംഗതി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ വീട്ടിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് ചാടുന്ന പറയണത്. എന്താ ഞാൻ ചെയ്യുക എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയത്ത് അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. അൽഹംദുലില്ലാ, ഈ ഒരു കടിയങ്ങാട് പ്രദേശത്ത് ഈ ഉണ്ടായിരിക്കുന്ന സ്ഥാപനം നിങ്ങൾ നല്ല രീതിയിൽ അത് കൊണ്ടു നടക്കണം. അതിലേറ്റവും പ്രധാനം നമ്മളെ കുട്ടികളെ അതിൽ കൊണ്ടുപോയി ചേർക്കുക എന്നുള്ളത് തന്നെയാണ്. അതെന്തിനു വേണ്ടിയാണ്? എന്നിട്ട് അത് ശരിക്കും ആത്മാർത്ഥമായി അതിന് വരുന്ന ചെലവും കാര്യങ്ങളും ഒക്കെ അത് അവിടുന്ന് ഇവിടുന്ന് പിരിച്ചെടുക്കുകയല്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തുക. അത് അവനാ കണ്ടെത്തുക, വേറെയുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തണില്ലേ? ഈ കാര്യത്തിനുള്ള നമ്മൾ തന്നെ കണ്ടെത്തുക, അതിൻ്റെ പ്രതിസന്ധികളോടൊപ്പം നിൽക്കുക, എന്നിട്ട് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. എന്നെ കേൾക്കുന്ന നാട്ടുകാരുണ്ടാവും, സഹോദരന്മാരെ നിങ്ങളൊക്കെ മക്കളുണ്ടാവും, ഈ കുട്ടികളൊക്കെ ഇതിൽ കൊണ്ടുവന്ന്. അതുപോലെ ഇനി അതിൽ ഒരുപാട് കോഴ്സുകൾ വേറെയുണ്ട്, ഓരോ പ്രായക്കാർക്ക് വരാൻ പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ പൊതുപരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പമൊക്കെ നമ്മളും നമ്മളെ കുട്ടികളും മക്കളും ഉണ്ടെങ്കിലേ നമ്മളെ വീട്ടിൽ സമാധാനം സ്വസ്ഥത ഉണ്ടാവുള്ളൂ. AC എല്ലായിടത്തും വെച്ചതുകൊണ്ട് തണുക്കൂല. മനസ്സ് തണുക്കണമെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്മരണ കൊണ്ട് മാത്രമേ മനസ്സ് തണുക്കുള്ളൂ. AC കൊണ്ട് തണുക്കൂല, പണം കൊണ്ട് തണുക്കൂല, ഭൗതിക സൗകര്യം കൊണ്ട് തണുക്കൂല. അതുകൊണ്ട് ഈ ദീന് കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനം. അത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിർഭയത്വം തൗഹീദിലൂടെ എന്ന വിഷയം എനിക്ക് ശേഷം ഇവിടെ പ്രഭാഷണം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും നമസ്കാരത്തിന് ശേഷം അത് തിരിച്ചു വന്ന് അത് കേൾക്കണം. കോഴിക്കോട് നോർത്ത് ജില്ലയിൽ എല്ലായിടത്തും അൽഹംദുലില്ലാ കഴിഞ്ഞു. ഇനി ഏതോ ഒരു മണ്ഡലം മാത്രമേ കഴിയാനുള്ളൂ. അപ്പോൾ അതുകൂടി ഇന്ന് പൂർത്തീകരിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ശാഖകളിൽ ഉണ്ടാകണം. എത്ര മഴയാണെങ്കിലും കഴിയുന്നത്ര പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഖരിതരാകുക. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്തരം പരിപാടിയുടെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതെല്ലാം നാളെ പരലോകത്ത് നമുക്ക് സ്വർഗ്ഗപ്രവേശനത്തിന് കാരണമാകുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, രോഗികളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സമ്പൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ യാതൊരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കേരളത്തിൽ പുതിയൊരു സർക്കാർ വന്നു കഴിഞ്ഞു. വിദ്വേഷമില്ലാതെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തെ ചേർത്ത് പിടിച്ച് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ഒരു നല്ലൊരു സമൂഹമായി ഇവിടെ സമാധാനത്തോടുകൂടി ഈ സമൂഹത്തെ നയിക്കാൻ അവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.